പാകിസ്ഥാൻ അട്ടാരി വാഗ അതിർത്തി അടച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. ഇന്ത്യയിൽ നിന്നും തിരികെ പോകുന്ന പാക് പൗരന്മാർക്കാണ് പാകിസ്ഥാൻ പ്രവേശനം നിഷേധിച്ചത്. മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജനം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അട്ടാരി അതിർത്തിയിൽ തുടരുകയാണ്. എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായരായ ഒരു പറ്റം മനുഷ്യരാണ് വാഗ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. മക്കളെ പിരിയേണ്ടി വരുന്ന അമ്മമാർ, ഭർത്താവിനെ പിരിയുന്ന ഭാര്യ, കുട്ടികളുടെ കരച്ചിൽ എന്നു തുടങ്ങി വാഗ അതിർത്തി കണ്ണീർ കടലായി മാറി. വ്യാഴാഴ്ചയാണ് ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ അതിർത്തി പാകിസ്ഥാൻ പൂർണ്ണമായി അടച്ചത്. ഇന്നുച്ചയോടെ ഇന്ത്യ ഇമിഗ്രേഷൻ പൂർത്തിയാക്കി അയച്ച പാക് പൗരന്മാർക്ക് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. പാക് ഉദ്യോഗസ്ഥർ അതിർത്തി തുറക്കാതിരുന്നതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാത്ത പാകിസ്ഥാൻ നിലപാട് ഏതു സാഹചര്യത്തിലാണെന്നതിൽ വ്യക്തതയില്ല. ഈ പൗരന്മാർ ഇനി എന്തു ചെയ്യണമെന്നതിലും വ്യക്തതയില്ല. അതേസമയം മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ചില പാക് പൗരന്മാർക്ക് ഇളവുകളും നൽകിയിട്ടുണ്ട് ഇന്ത്യ. CRPF ജവാന്റെ ഭാര്യയായ പാകിസ്ഥാൻ യുവതിക്ക് ജമ്മു കാശ്മീർ ഹൈക്കോടതി നാടുകടത്തലിൽ നിന്ന് ഇളവ് നൽകി. ബുധനാഴ്ച 125 പാക് പൗരന്മാരാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങിയത്. നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 1000-ലധികം പേരാണ് ഇതിനോടകം പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാക് പൗരന്മാരെ തിരികെ അയക്കുക എന്നതാണ് ഇന്ത്യ ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.